Hello guys, I'm Alan from Fitness Kerala. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബോഡി ബിൽഡിംഗ് സപ്ലിമെന്റ്സിന്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ചാണ്. നോർമലി പറയുകയാണെങ്കിൽ ബോഡി ബിൽഡിംഗ് സപ്ലിമെന്റ്സിന് സൈഡ് എഫക്റ്റുകൾ ഒന്നും തന്നെയില്ല. എന്നാലും അധികമായ അമൃതം വിഷമാണെന്ന് പറയുന്നത് പോലെ തന്നെ സപ്ലിമെന്റ്സും അധികമായ അത് അത്ര നല്ലതല്ല. നമ്മൾ മെയിനായി യൂസ് ചെയ്യുന്ന കുറേ സപ്ലിമെന്റ്സുകൾ ഇവിടെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അതിൻ്റെ സൈഡ് എഫക്ട്സുകളെ കുറിച്ച് കാണാം. ഒന്നാമതായി വേ പ്രോട്ടീൻ. വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു മിൽക്ക് ബൈ പ്രോഡക്റ്റ് ആണ്. അതിന് പറയത്തക്ക സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു 30 മുതൽ 40% ആൾക്കാർക്ക് ഈ പറയുന്ന 30 മുതൽ 40% ആൾക്കാർ ഒരു ലാക്ടോസ് ഇൻടോളറന്റ് ആയിരിക്കും. അവർക്ക് വേ പ്രോട്ടീൻ്റെ ഉപയോഗം മൂലം സ്റ്റൊമക് അപ്സെറ്റുകൾ ഉണ്ടാകാറുണ്ട്. വേ പ്രോട്ടീൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയാൻ അത് മാത്രമേ ഉള്ളൂ. രണ്ടാമതായി ക്രിയാറ്റിൻ. ക്രിയാറ്റിൻ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ റിസർച്ചുകൾ നടന്നിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ്. അതിനാൽ തന്നെ അതിന്റെ എല്ലാം ഒരു ഉത്തരം എന്ന് പറയുന്നത് ക്രിയാറ്റിൻ ഈസ് ദ സേഫസ്റ്റ് സപ്ലിമെന്റ് ഇൻ ദ വേൾഡ്. പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ ക്രിയാറ്റിന് 2-3 സൈഡ് എഫക്റ്റുകളുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഒരു ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് അല്ല. ക്രിയാറ്റിന്റെ സൈഡ് എഫക്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്ലോട്ടിംഗ്. ക്രിയാറ്റിന്റെ യൂസ് കാരണം ബ്ലോട്ടിംഗ് ഉണ്ടാകാറുണ്ട്. ബ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ വയറിനുള്ളിൽ എയർ കയറിയിട്ട് വയറ് വീർത്ത് വരുന്ന ഒരു പ്രശ്നമാണ്. പിന്നെ ഡീഹൈഡ്രേഷൻ. ക്രിയാറ്റിൻ മസിൽ സെൽസിനുള്ളിൽ വെള്ളം പിടിച്ചു നിർത്തുന്നതിലൂടെ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്റ്റൊമക് അപ്സെറ്റ്. ക്രിയാറ്റിന്റെ യൂസ് കാരണം സ്റ്റൊമക് പെയിൻ പോലുള്ള സ്റ്റൊമക് അപ്സെറ്റുകൾ ഉണ്ടാകാറുണ്ട്. ക്രിയാറ്റിന്റെ ഈ പറഞ്ഞ സൈഡ് എഫക്റ്റുകളെല്ലാം ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റിലാണ് കണ്ടുവരുന്നത്. നമ്മൾ പൊതുവായി യൂസ് ചെയ്യുന്നത് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് തന്നെയാണ്. ക്രിയാറ്റിൻ HCl ക്രിയാറ്റിൻ ഹൈഡ്രോക്ലോറൈഡ് എന്നൊരു കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്രിയാറ്റിൻ ഉണ്ട്. അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പറയത്തക്ക സൈഡ് എഫക്റ്റുകൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. അടുത്ത് പറയുകയാണെങ്കിൽ BCAA ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്. BCAAക്ക് ഒരു സൈഡ് എഫക്റ്റുകളും ഇല്ല. കാരണം BCAA വരുന്ന 3 അമിനോ ആസിഡുകളാണ്. അതെന്ന് പറയുന്നത് നമുക്ക് ബോഡിക്ക് വേണ്ട ആയിട്ടുള്ള അമിനോ ആസിഡാണ്. മാത്രമല്ല ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ BCAAക്ക് യാതൊരു സൈഡ് എഫക്റ്റുകളും ഇല്ല. പിന്നെ ഗ്ലൂട്ടമിൻ എന്ന് പറയുന്നതും ഒരു റിക്കവറി സപ്ലിമെന്റ് ആണ്. അതിനും ഈ പറഞ്ഞ പോലെ സൈഡ് എഫക്റ്റുകൾ ഒന്നും തന്നെ ഇല്ല. അടുത്തതായി പറയുകയാണെങ്കിൽ ഫാറ്റ് ബേണേഴ്സ്. ബോഡി ബിൽഡിംഗ് സപ്ലിമെന്റുകൾ ഇത്ര പഴി കേൾക്കാൻ കാരണം തന്നെ ഫാറ്റ് ബേണേഴ്സ് ആണ്. ഫാറ്റ് ബേണേഴ്സിന് പറയുകയാണെങ്കിൽ സൈഡ് എഫക്റ്റുകൾ ധാരാളമുണ്ട്. അതിൽ പ്രധാനമായി പറയുകയാണെങ്കിൽ അത് ഹാർട്ട് റേറ്റിനെ ഇൻക്രീസ് ചെയ്യുന്നു. ഫാറ്റ് ബേണേഴ്സ് ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന എന്ന് പറയാൻ നമുക്ക് കണ്ടമാനം ഹാർട്ട് കിടന്ന് ഇടിച്ചുകൊണ്ടിരിക്കും. അത് ഒരു കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് ആണ്. അതുമൂലം പല മരണങ്ങൾ വരെ സംഭവിച്ചിട്ടുണ്ട്. വേറെ ഒരു സപ്ലിമെന്റ് പറയുകയാണെങ്കിൽ പ്രീ വർക്കൗട്ട്സ്. പ്രീ വർക്കൗട്ട്സ് നമ്മൾ എല്ലാ ബോഡി ബിൽഡേഴ്സും തന്നെ യൂസ് ചെയ്യുന്ന ഒരു സപ്ലിമെന്റ് ആണ്. പ്രീ വർക്കൗട്ടിന് ഇനി പറയത്തക്ക സൈഡ് എഫക്ട്സുകളൊന്നുമില്ല. എന്നാലും പ്രീ വർക്കൗട്ടിന്റെ യൂസ് കാരണം മേക്സ് ആൻ ഇൻക്രീസ് ഇൻ അഗ്രഷൻ. മീൻസ് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പെട്ടെന്ന് ദേഷ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പ്രീ വർക്കൗട്ടിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ്. പിന്നെ പറയുകയാണെങ്കിൽ പ്രീ വർക്കൗട്ടിന് അകത്തെല്ലാം നല്ല അളവിൽ തന്നെ കഫീൻ ഉണ്ട്. ഈ കഫീൻ നമ്മൾ ഉള്ളിൽ ചെല്ലുമ്പോൾ അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട്. കാരണം നമ്മുടെ ചൊടി കറക്കും. അത് കഫീന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ്. അല്ലാതെ വേറെ മറ്റ് സൈഡ് എഫക്റ്റുകളൊന്നും തന്നെ പ്രീ വർക്കൗട്ടിനും ഇല്ല. ഇത്രയൊക്കെയാണ് നമ്മൾ മെയിനായി ബോഡി ബിൽഡിംഗിൽ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള സപ്ലിമെന്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. സോ സപ്പോർട്ട് ഫിറ്റ്നസ് കേരള. താങ്ക് യു.